അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അൽ ഫായിസീന ബിറളില്ലാഹി അമ്മാ ബഅദ്. സഹോദരങ്ങളെ, ഇനി ജബ്ബാർ വശംസി വളുഹാഹ എന്ന സൂറത്തിനെ സംബന്ധിച്ച് പറയുന്നത്, അതിലാദ്യമായി ചെയ്തിട്ടുള്ള സത്യം, ശപഥം ചെയ്യാവുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഈ വസ്സമായി വമാ ബനാഹ എന്നത് തൊട്ട് കുറേ കാര്യങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ടാണ് ഖുർആൻ ഇവിടെ സത്യം ചെയ്യണത്. അതായത് 8 കാര്യം: സൂര്യൻ, അതിൻ്റെ പ്രകാശം; ചന്ദ്രൻ, പകൽ, രാത്രി, ആകാശം, ഭൂമി, മനുഷ്യൻ്റെ മനസ്സ്. ഇനി ഇതിനെ കുറച്ചുകൂടി വിപുലമാക്കുകയാണെങ്കിൽ ആകാശത്തിൻ്റെ നിർമ്മിതി, അതുപോലെ തന്നെ ഭൂമിയെ മനുഷ്യയോഗ്യമാവും വിധത്തിൽ അതിനെ വികസിപ്പിച്ചത്, പിന്നെ മനുഷ്യൻ്റെ മനസ്സിനെ അന്യൂനമാക്കുക എന്ന സംഗതി. അപ്പോൾ 11 സംഗതിയാവും. ഈ സംഗതി എടുത്ത് സത്യം ചെയ്ത് പറയുന്നത് ആരാണ്? ജബ്ബാറിൻ്റെ സംശയം. അള്ളാഹു ആണെങ്കിൽ അള്ളാഹു തന്നെ സൃഷ്ടിച്ചു എന്ന് പറയുന്ന, എന്നാൽ ഇസ്ലാമിൻ്റെ അള്ളാഹുവിൻ്റെ ശത്രുക്കളായിട്ടുള്ള ഇതേ ഖുറൈശികൾ, മക്കയിലെ ജനത അംഗീകരിക്കാത്ത ഒരു അള്ളാഹു ആണ് എന്നതുപോലെ അംഗീകരിക്കുന്നുണ്ട്. അള്ളാഹിനെ അവർ അംഗീകരിക്കുന്നില്ല, നിഷേധിക്കുന്നുണ്ട്. അള്ളാഹു ആണ് ഇതൊന്നും സൃഷ്ടിച്ചതെന്നും അവർ അംഗീകരിക്കുന്നില്ല എന്ന രീതിയിലാണ് ജബ്ബാറിൻ്റെ പോക്ക്. അപ്പോൾ അങ്ങനെയുള്ള അള്ളാഹു താനാണ് ഇതൊക്കെ സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ സംവിധാനിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞ് സത്യം ചെയ്യുന്നതിൽ അർത്ഥമില്ല എന്നാണ് ജബ്ബാർ പറഞ്ഞത്. ഇനി മുഹമ്മദാണ് ഇത് സത്യം ചെയ്യണമെങ്കിൽ മുഹമ്മദ് ഏതോ ഒരു ശക്തിയെ സംബന്ധിച്ച് പറയുന്നു, ആ ശക്തിയാണ് സൃഷ്ടിച്ചത് എന്ന് പറയുമ്പോൾ അതിൽ പിന്നെ ന്യായീകരിക്കാൻ വകയുണ്ട് എന്നും പറയുന്നുണ്ട് ജബ്ബാർ. ഇവിടെ ജബ്ബാർ അംഗീകരിക്കാൻ കൂട്ടാക്കാത്തൊരു സംഗതി ഉണ്ട്. അതെന്താണ്? ജബ്ബാറും ജബ്ബാറിനെ പോലുള്ള ഇസ്ലാമിൻ്റെ ശത്രുക്കളുമൊക്കെ സ്ഥിരമായിട്ട് മറ്റുള്ളവരെ കൊണ്ട് വിശ്വസിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു സംഗതി, അള്ളാഹു എന്നത് ഖുറൈശികളുടെ ഗോത്ര ദൈവമാണ്. എന്ന് പറഞ്ഞാൽ മക്കയിൽ കഅബയിലുണ്ടായിരുന്ന 300 ചില്ലാനം വിഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹുവിൻ്റെ വിഗ്രഹം ഉണ്ടായിരുന്നു. അതിലൊരു വിഗ്രഹത്തെ, അള്ളാഹു എന്ന വിഗ്രഹത്തെ നിലനിർത്തി ബാക്കിയുള്ളതിനൊക്കെ നശിപ്പിക്കുകയാണ് മുഹമ്മദ് ചെയ്തിട്ടുള്ളത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടുള്ളതെന്നാണ് ജബ്ബാറും ജബ്ബാറിനെ പോലുള്ള ആളുകളും പറയാം. ഈ ഖുറൈശികളുടെ ഗോത്രദൈവത്തെ മറ്റുള്ളവരെ കൊണ്ട് അംഗീകരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു. അത് ഞാൻ ഇവർ പറയും പോലെ ആണ് എന്ന് തന്നെ സമ്മതിക്കുക. അങ്ങനെയുണ്ടല്ലോ, വാദത്തിന് വേണ്ടി സമ്മതിക്കുക എന്നൊരു സംഗതിയുണ്ട്. അങ്ങനെ സമ്മതിച്ചാൽ തന്നെ മക്കയിലെ ജനങ്ങൾ അള്ളാഹുവിനെ തള്ളിപ്പറഞ്ഞിരുന്നു, സ്വീകരിച്ചിരുന്നില്ല എന്നാണല്ലോ ഇപ്പോൾ ജബ്ബാർ പറയുന്നത്. ഒരു ഭാഗത്ത് ജബ്ബാറും ആളുകളും പറഞ്ഞത് അള്ളാഹു എന്നത് ഗോത്രദൈവമാണ്, ആ ഗോത്രദൈവത്തെ അവർ അംഗീകരിച്ചിരുന്നു. അപ്പോൾ ആ ഗോത്രദൈവമാണ് ആകാശം, ഭൂമി, ഇതൊക്കെ സൃഷ്ടിച്ചിട്ടുള്ളത്, സംവിധാനിച്ചത്, മനുഷ്യനൊക്കെ സൃഷ്ടിച്ചിട്ടുള്ളതെന്നൊക്കെ അവർ അംഗീകരിക്കുന്നു എന്ന് ഗോത്രദൈവം എന്നുള്ളവർക്ക് അംഗീകരിക്കുന്നുണ്ട് ഒരു ഭാഗത്ത് പറയുമ്പം തന്നെ, മറുഭാഗത്ത് അതിന് നേർവിരുദ്ധമായിട്ട് അള്ളാഹുവിനെ അവർ അംഗീകരിച്ചിരുന്നില്ല. അപ്പോൾ ഈ വൈരുദ്ധ്യങ്ങൾ എന്തുകൊണ്ടുണ്ടായി? അപ്പോൾ ചിന്താശൂന്യത എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഈ യുക്തിവാദികളെ വല്ലാതെ വേട്ടയാടുന്നുണ്ട്. ഒരിക്കൽ പറഞ്ഞാൽ എന്താണെന്ന് ഇതിറ്റക്ക് പിന്നീട് പറയാൻ കഴിയില്ല, മനസ്സിലാവില്ല, ഓർമ്മ ഉണ്ടാവില്ല. കാരണം കളവ് പറയുമ്പോൾ അങ്ങനെയാണല്ലോ, ആദ്യം പറഞ്ഞ കളവും മറന്നു പോകും രണ്ടാമതൊരു കളവ് പറയുമ്പോൾ. അല്ലെങ്കിൽ ഒരു 1-2 കളവ് പറയുമ്പോൾ ഓർമ്മ ഉണ്ടായിരുന്നാൽ പോലും 10ാമത്തേലോ അല്ലെങ്കിൽ കുറേ അങ്ങോട്ട് എത്തുമ്പോഴേക്കും ആദ്യം പറഞ്ഞ് മറന്നു പോകും. അതാണ് ഇവിടെ ജബ്ബാറിനെ പോലുള്ള ആളുകൾക്ക് സംഭവിക്കുന്നത്. അപ്പോൾ ഈ വൈരുദ്ധ്യങ്ങളാണ് ഒന്ന് ഇവരെ വഴിതെറ്റിക്കുന്ന ഒരു ഘടകം എന്ന് പറയുന്നത്. ഇവിടെ യഥാർത്ഥത്തിൽ സത്യം ചെയ്യാൻ വേണ്ടി സത്യം ചെയ്യുക എന്നതാണോ? സത്യം ചെയ്യുമ്പോൾ അതിൽ 2 ഉദ്ദേശമുണ്ട്. ഒന്ന്,
ആരോടാണോ സത്യം ചെയ്ത് പറയുന്നത് ആ ആളുകളെ ഇത് ബോധ്യപ്പെടുത്തുക എന്നുള്ളത് സത്യം ചെയ്യുന്നതിലുള്ളൊരു ഉദ്ദേശമാണ്. തീർച്ചയായും മക്കയിലെ ആളുകളോട് നിങ്ങൾ സത്യം ചെയ്ത് പറയുമ്പോൾ ഈ പറയാൻ പോകുന്ന സംഗതി എന്താണോ അതവരെ ബോധ്യപ്പെടുത്താനുള്ളത് അവിടെ തീർച്ചയായിട്ടും ഉദ്ദേശമാണ്. അതോടൊപ്പം തന്നെ അതിൽ മറ്റൊരു ഉദ്ദേശം എന്താണ്? ഈ നിങ്ങൾ ഇന്ന് കാണുന്ന നിങ്ങളുടെ ബാഹ്യനേത്രം കൊണ്ട് കാണുന്നതും നിങ്ങൾക്ക് ജീവിതത്തിൽ അനുഭവിക്കാൻ കഴിയുന്നതുമായിട്ടുള്ള ഈ സംഗതികളൊക്കെയും ആകാശം സൂര്യന് അത് ഉദിക്കുമ്പോൾ അല്ലെങ്കിൽ അസ്തമിക്കാറുണ്ടായിരുന്നു യഥാർത്ഥത്തിൽ പിന്നെ യാതൊരു അർത്ഥവുമില്ല. കാര്യം സൂര്യൻ ഉദിക്കുക സൂര്യൻ അസ്തമിക്കുകയോ ചെയ്യല്ല ചെയ്യണത്. പക്ഷെ മനുഷ്യൻ്റെ കാഴ്ചപ്പാടിൽ അത് ഉദിക്കുകയും അസ്തമിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ അവന് പകലും രാത്രിയൊക്കെ അനുഭവപ്പെടുന്നു. അപ്പോൾ ഈ സൂര്യന് അതുപോലെ ചന്ദ്രന് അതിനെ തുടർന്നുണ്ടാവുന്ന രാപ്പകലുകളാകുന്ന പ്രതിഭാസം, അതുപോലെ നിങ്ങൾക്ക് മുകളിൽ പോലെ വിരിച്ചു നിൽക്കുന്ന ആകാശം, നിങ്ങൾ വരുന്ന ഭൂമി, നിങ്ങളുടെ തന്നെ മനസ്സ്, ആ മനസ്സിൽ നിങ്ങൾക്ക് തോന്നുന്ന ശരിയും തെറ്റുമായിട്ടുള്ള സംഗതികൾ, ഇതൊക്കെ നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഈ കാര്യങ്ങളൊന്നും വെറുതെ ഉണ്ടായിട്ടുള്ളതല്ല. ആ കാര്യങ്ങളൊക്കെയും നിങ്ങൾ തന്നെ അംഗീകരിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല, ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായിട്ടുള്ള അതിൻ്റെ സംവിധായകനായിട്ടുള്ള അല്ലാഹു ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ആ അല്ലാഹു തന്നെയാണ് നിങ്ങളെയും സൃഷ്ടിച്ചിട്ടുള്ളത്, നിങ്ങൾക്കും അസ്തിത്വം നൽകിയിട്ടുള്ളത് ആ അല്ലാഹുവാണ്. അതുകൊണ്ട് ഏതൊരു ശക്തിയാണോ നിങ്ങൾ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് അതിനെ സംവിധാനിച്ച് അതിൽ നിങ്ങൾക്ക് ആവശ്യമായ ഈ സൗകര്യങ്ങളൊക്കെ ഏർപ്പെടുത്തിയതിന് ശേഷം നിങ്ങളെ സൃഷ്ടിച്ച് നിങ്ങൾക്ക് ശരിയും തെറ്റുമൊക്കെ തിരഞ്ഞെടുക്കാനുള്ള അവബോധം നൽകിയിട്ടുള്ളത്, അതിനുള്ള കഴിവ് നിങ്ങളിൽ നിക്ഷേപിച്ചിട്ടുള്ളത് ആരാണ്? ആ അല്ലാഹു ആണ് ഇവിടെ മുഹമ്മദ് എന്ന് പറയുന്ന ആളെ നിങ്ങൾക്ക് സന്മാർഗം നൽകാൻ വേണ്ടി, പഠിപ്പിച്ചു തരാൻ വേണ്ടി നിയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഏതുപോലെ നിങ്ങൾ ആകാശത്തെയും ഭൂമിയെയും അംഗീകരിക്കുന്നു, അത് സൃഷ്ടിച്ചത് അല്ലാഹുവാണ് എന്ന് പറയുന്നു, അംഗീകരിക്കുന്നുവോ, അതുപോലെ നിങ്ങൾ അംഗീകരിക്കേണ്ട ഒരു കാര്യമാണ് മുഹമ്മദ് എന്ന് പറയുന്ന നിങ്ങളുടെ ഇടയിൽ ജീവിച്ചു പോന്നിട്ടുള്ള ഈ മനുഷ്യൻ, അദ്ദേഹം നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ കേൾപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഈ സംഗതികളൊക്കെയും അല്ലാഹു മനുഷ്യനെ അറിയിക്കുന്നത് അവൻ്റെ മനസ്സിൽ അല്ലാഹു നേരത്തെ തന്നെ നിക്ഷേപിച്ചിട്ടുള്ള ധർമ്മബോധത്തെ ഒന്നുകൂടി ഉത്തേജിപ്പിക്കുകയും ശരിയായിട്ടുള്ള പ്രമാണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ശരിതെറ്റുകൾ തീരുമാനിക്കാനുള്ള മാർഗം അവന് നിർദ്ദേശിച്ചു കൊടുക്കുകയും ചെയ്യാൻ വേണ്ടിയാണ് മുഹമ്മദ് എന്ന ആളെ അല്ലാഹു അവൻ്റെ പ്രവാചകനായി, ദൂതനായിട്ട് നിയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾ അദ്ദേഹത്തെ അംഗീകരിക്കേണ്ടത് നിങ്ങളുടെ ബാധ്യതയാണ്. നിങ്ങൾ അദ്ദേഹത്തെ തള്ളിപ്പറയല്ല വേണ്ടത്. തള്ളിപ്പറയുക എന്നത് പണ്ടും പ്രവാചകന്മാർ നേരിട്ടിട്ടുള്ള, സമൂഹങ്ങളിൽ നിന്ന് നേരിട്ടിട്ടുള്ള അനുഭവങ്ങളാണ്. പക്ഷേ അവിടെ ഒന്നും പ്രവാചകന്മാർ തോറ്റിട്ടില്ല. അതേസമയം തോറ്റിട്ടുള്ളത് ആരാണ്? പ്രവാചകന്മാരുടെ സമൂഹങ്ങളാണ്. ആ സമൂഹങ്ങൾ തോറ്റതിൻ്റെ ഫലമായിട്ടുണ്ടായിട്ടുള്ള എന്താണ്? അവർക്ക് പലപ്പോഴും ഈ ഭൂമിയിൽ വെച്ച് പോലും അതിൻ്റെ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വന്നു എന്നുള്ളതാണ്. അതിൻ്റെ ഒരു ഉദാഹരണം വേണമെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാം എന്ന് പറഞ്ഞിട്ടാണ് പിന്നീട് ഖദ് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഖാബ മൻ ദസ്സാഹ എന്ന് പറഞ്ഞതിൻ്റെ ശേഷം വിശുദ്ധ ഖുർആൻ പിന്നീട് മറ്റൊരു സംഗതി പറയുന്നത്. അതെന്താണ്? കദ്ദബത്ത് സമൂദ് ബി തഖ്വാഹ. സമൂദ് കുടുംബം, സമൂദ് എന്ന് പറയുന്നത് അറബികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പരിചിതമായിട്ടുള്ളൊരു ഗോത്രമാണ്. അറബികളെ മൂന്നായിട്ടാണ് ഭാഗിച്ചിട്ടുള്ളത്. അതിൽ ഒന്ന് അറബി ബായിദ, കുറ്റിയേറ്റുപോയ സമൂഹമാണ്. ആ കുറ്റിയേറ്റുപോയിട്ടുള്ള സമൂഹങ്ങളിലാണ് ആദ്, സമൂദ് തുടങ്ങിയുള്ള കുടുംബങ്ങളൊക്കെ ഉൾക്കൊള്ളുന്നത്. അവരുടെ യാതൊരു വിധത്തിലുള്ള പിന്മുറക്കാരും പിന്നീട് ലോകത്ത് അവശേഷിച്ചിട്ടില്ല എന്നാണ്. അപ്പോൾ ആ സമൂദ് കുടുംബത്തെ ഇവിടെ ഉദാഹരണമായിട്ട് എടുത്ത് കാണിച്ചിട്ടാണ് വിശുദ്ധ ഖുർആൻ അവരോട് ഈ കാര്യം ബോധ്യപ്പെടുത്തുന്നത്. കദ്ദബത്ത് സമൂദ് ബി തഖ്വാഹ, അവരുടെ ധിക്കാരം, അതിന് കടന്ന ധിക്കാരം കാരണമായിട്ട് സമൂദ് പ്രവാചകനെ ധിക്കരിച്ചു, നിഷേധിച്ചു കളഞ്ഞു. എപ്പോഴാണ്? അല്ലെങ്കിൽ അതിൻ്റെ പ്രകടമായിട്ടുള്ള തെളിവെന്തായിരുന്നു?
ഇതിൻ ബാസ അഷ്കാഹ, അവരിൽ ഏറ്റവും നിർഭാഗ്യവാനായിട്ടുള്ള മനുഷ്യൻ രംഗത്ത് വന്നു. ആ ഘട്ടത്തിലാണത് സംഭവിച്ചിട്ടുള്ളത്. അവരുടെ ധിക്കാരം അതിൻ്റെ കൊടുമുടിയിലെത്തിയിട്ടുള്ളത് ഈ സന്ദർഭത്തിലാണെന്നാണ് പറഞ്ഞത്. അവരോട് അവരുടെ ദൂതൻ, അതായത് സാലിഹ് നബി അലൈഹിസ്സലാം അവരോട് പറഞ്ഞിരുന്നു, നാഖത്തല്ലാഹി വസുഖിയാഹ, അള്ളാഹുവിൻ്റെ ഒട്ടകം, അള്ളാഹു പ്രത്യേകമായിട്ട് നിങ്ങൾക്ക് അടയാളം നൽകിയിട്ടുള്ള ഈ ഒട്ടകത്തെയും അതിൻ്റെ പാനജലത്തെയും നിങ്ങൾ കരുതിയിരിക്കണം. അതിൽ നിങ്ങൾ കയ്യേറ്റം നടത്താൻ പാടില്ല. ഫകദ്ദബൂഹു ഫഅഖറൂഹ, അതിനെ തുടർന്ന് അവർ ചെയ്തിട്ടുള്ളത് ആ പ്രവാചകനെ തന്നെ അവർ തള്ളിപ്പറയുകയും ഒട്ടകത്തെ അവർ അറുത്ത് കളയുകയും ചെയ്തു എന്നുള്ളതാണ്. ഫദംദമ അലൈഹിം റബ്ബുഹും ബിദംബിഹിം ഫസവ്വാഹ, അത് കാരണമായിട്ട് അവരുടെ നാഥൻ അവരുടെ പാപം കാരണമായിട്ട് അവരെ നശിപ്പിച്ചു കളഞ്ഞു. സവ്വാഹ, അവരെ ഭൂമിയോട് സമനിരപ്പാക്കി കളഞ്ഞു. വലാ യഖാഫു ഉഖ്ബാഹ, അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം അവൻ സൃഷ്ടികൾക്ക് മനുഷ്യർക്ക് അവരുടെ ധിക്കാരത്തിൻ്റെ പേരിൽ നൽകുന്ന ഇത്തരത്തിലുള്ള ശിക്ഷയുടെ പേരിൽ അവർക്കെന്ത് സംഭവിക്കുമെന്നുള്ളത് അള്ളാഹിനെ സംബന്ധിച്ച് പേടിക്കേണ്ട ഒരു കാര്യമൊന്നുമല്ല. കാരണം അള്ളാഹിൻ്റെ സൃഷ്ടികളാണ് ഇവർ. അള്ളാഹു പറഞ്ഞനുസരിച്ച് ജീവിക്കുന്നില്ലെങ്കിൽ അവർ നശിപ്പിക്കാനുള്ളത് അള്ളാഹുവിൻ്റെ ഒരു നടപടിക്രമമാണ്. ആ നടപടിക്രമം ഇവിടെ നടപ്പിൽ വരുത്തിയില്ല. എന്നിട്ട് ഇതിനെപ്പറ്റിയാണ് പിന്നെ ജബ്ബാർ പറയുന്നത്, എന്തോ പ്രകൃതി ദുരന്തം കാരണമായിട്ട് ഒരു കൂട്ടർ നശിച്ചു. ആ കൂട്ടർ നശിച്ചപ്പോൾ അതിനെ എടുത്തിട്ട് അള്ളാഹുവിൻ്റെ കഴിവായിട്ട് പ്രവാചകനെ നിഷേധിച്ചതിൻ്റെ ഫലമായിട്ടാണ് അവർ നശിച്ചതെന്ന് വരുത്തി തീർക്കുകയാണ് ഇവിടെ മുഹമ്മദ് ചെയ്യണത്. യഥാർത്ഥത്തിൽ ഇവിടെ മുഹമ്മദ് ഒന്നും ചെയ്തിട്ടില്ല. മുഹമ്മദ് ഇത് ഓതി കേൾപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നത്. തൻ്റെ നാഥൻ അള്ളാഹു ഒരു സമൂഹത്തിന്, മനുഷ്യകുലത്തിന്, അതായത് അന്ത്യദിനം വരെ മുഹമ്മദ് നബിയുടെ നിയോഗം മുതൽക്ക് അന്ത്യദിനം വരെ ഉണ്ടാവുന്ന മനുഷ്യകുലത്തിന് താക്കീതിൻ്റെ സ്വരത്തിൽ ഇങ്ങനെയൊക്കെ ഭൂമിയിൽ സംഭവിച്ചിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ ദൂതന്മാരെ തള്ളിപ്പറഞ്ഞ ആളുകളെ അള്ളാഹു നശിപ്പിച്ചതിൻ്റെ ഒരു ഉദാഹരണമാണ്. ചിലപ്പോൾ നിങ്ങൾക്കും ഇതുപോലുള്ള ശിക്ഷകൾ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള മുന്നറിയിപ്പാണ് അവർക്ക് നൽകുന്നത്. ഇത് യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ തേട്ടമായിട്ട് അള്ളാഹു നൽകുന്നൊരു സംഗതിയാണ്. അല്ലെങ്കിൽ അള്ളാഹ്ക്ക് ഒന്നും പറയേണ്ട കാര്യമില്ല, ധിക്കാരികളെ ഒന്നായിട്ടാണ് നശിപ്പിച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള മാർഗമൊക്കെ കാണിച്ചു തന്നിട്ട് അതിന് വേണ്ട എല്ലാ ഭൗതികമായിട്ട് നിങ്ങൾക്ക് ബോധ്യം വരുന്ന വിധത്തിലുള്ള അടയാളങ്ങളടക്കം ഇവിടെ കാണിച്ചു തന്നിട്ട് നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ പിന്നെ നിങ്ങൾ അനുഭവിക്കേണ്ടി വരും. അതിൻ്റെ പരിണതി ഗുരുതരമായിരിക്കും എന്ന് അവരെ ബോധ്യപ്പെടുത്തുകയാണ്. ഇവിടെ ഒട്ടകത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ഇത് സമൂദ് കുടുംബം സാലിഹ് നബി അലൈഹിസ്സലാമിനോട് ആവശ്യപ്പെട്ട ഒരു സംഗതിയായിരുന്നു. പാറൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ഒട്ടകം പുറത്ത് വരാനുള്ളത്. ആ ഒട്ടകത്തെ അള്ളാഹു, ജബ്ബാർ അത് അംഗീകരിക്കണോ അല്ലെങ്കിൽ യുക്തിവാദികൾ അംഗീകരിക്കണോ ഇല്ല എന്നുള്ളതല്ല. അള്ളാഹുവിൻ്റെ കഴിവ് എന്ന് പറയുന്നത് ഈ ഭൂമിയിൽ ഇങ്ങനെയുള്ള സൃഷ്ടിജാലങ്ങളൊക്കെ സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുള്ള അള്ളാഹുവിന് ഒരു മലൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ഒട്ടകത്തെ പുറത്തോട്ട് കൊണ്ടുവരിക, സൃഷ്ടിച്ച് പുറത്തേക്ക് കൊണ്ടുവരാനുള്ള അള്ളാഹ്ക്കൊരു പ്രയാസമില്ലാത്ത സംഗതിയാണ്. അത് പക്ഷേ യുക്തിവാദിക്ക് അല്ലെങ്കിൽ നിരീശ്വരവാദിക്ക്, നാസ്തികന് അത് ഉൾക്കൊള്ളാൻ കഴിയില്ല, മനസ്സിലാവില്ല. കാരണം അവന് അങ്ങനെ ഒരു ശക്തി ഇല്ല എന്ന് പറയുന്നവനാണല്ലോ. ശക്തി ഇല്ലെങ്കിൽ പിന്നെ അങ്ങനെ ഒരു സംഭവം ഉണ്ടാവില്ല എന്നുള്ളതാണ് അവൻ്റെ കണക്ക് കൂട്ടൽ. അപ്പോൾ ഈ കണക്ക് കൂട്ടലൊക്കെ യഥാർത്ഥത്തിൽ തെറ്റുന്നൊരു ഘട്ടമുണ്ട്. ആ ഘട്ടം വരുമ്പോൾ പക്ഷേ നിങ്ങൾക്കിത് ഉപകാരപ്പെടില്ല എന്നുകൂടിയാണ് വിശുദ്ധ ഖുർആൻ ഇതിലൂടെ പറയാതെ പറഞ്ഞു വെക്കുന്നത്. പക്ഷെ അത് മനസ്സിലാക്കാനുള്ള വിവേകമില്ലാത്ത, ബുദ്ധിയില്ലാതെ പറയാൻ പറ്റില്ല, വിവേകമില്ലാത്ത ഇത്തരത്തിലുള്ള ആളുകൾ അവരതിൻ്റെ പരിണതി എന്താണോ അതനുഭവിക്കുമ്പോൾ അള്ളാഹ്ക്കോട് നഷ്ടമൊന്നുമില്ല, ഇവർക്ക് തന്നെയാണ് നഷ്ടം എന്നാണ് അവരോട് പറയുന്നത്. അള്ളാഹ് നിങ്ങൾ നശിപ്പിച്ചുകൊണ്ട് അള്ളാഹ്ക്കല്ല നഷ്ടം വരുന്നത്, നിങ്ങൾക്കാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് നഷ്ടം വരാതെ സൂക്ഷിക്കാനുള്ളത് നിങ്ങളാണ് ചെയ്യേണ്ടത്. അത് അള്ളാഹു ഏറ്റെടുക്കുന്ന കാര്യമല്ല. കാരണം നിങ്ങൾക്ക് ബുദ്ധി തന്നിട്ടുണ്ട്, ചിന്താശക്തി തന്നിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ശരിയും തെറ്റും തീരുമാനിക്കാനും അത് തിരഞ്ഞെടുക്കാനും നിരാകരിക്കാനും അതിൻ്റെ അടിസ്ഥാനത്തിൽ രക്ഷാശിക്ഷകൾ ഏറ്റുവാങ്ങാനും ഒക്കെയുള്ള കഴിവ്, യോഗ്യത, അതിനുള്ള വിവേകവും ഒക്കെ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളിതെങ്ങനെ ഉപയോഗപ്പെടുത്തുന്നതാണ് അള്ളാഹു നോക്കിക്കൊണ്ടിരിക്കുന്നതെന്നാണ് ഇവിടെ ഈ ആയത്തുകളിലൂടെ, സൂറത്തിലൂടെ അള്ളാഹു മനുഷ്യനെ മൊത്തത്തിൽ ബോധ്യപ്പെടുത്തുന്നത്. അന്നത്തെ മക്കയിലെ ജനങ്ങളോടും ഖുർആൻ പറയുന്നത് അതാണ്. അല്ലാതെ ഇവിടെ സത്യം ചെയ്യാറിനാൽ അള്ളാഹു കുറേ കാര്യം പറഞ്ഞ് സത്യം ചെയ്യാൻ പൂതിയുള്ളവർ സത്യം ചെയ്യണമല്ല. അവരെ ഇത് ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. രണ്ട്, അള്ളാഹുവിൻ്റെ കഴിവും യോഗ്യതയും വെളിപ്പെടുത്താൻ കൂടിയാണ് ഈ സംഗതികളൊക്കെ പറഞ്ഞിട്ടുള്ളത് എന്ന് ഏത് സാമാന്യ ബുദ്ധിക്കും മനസ്സിലാവും. പക്ഷേ അത് ജബ്ബാറിനെ പോലുള്ള മന്ദബുദ്ധികൾക്ക് മനസ്സിലാവില്ല എന്ന് മാത്രമേ ഉള്ളൂ.